ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയത്. അപ്പോൾ അത് ഞാൻ പോകുന്ന വീഡിയോ ഒക്കെ ഒന്ന് എടുത്തായിരുന്നു കേട്ടോ. അത് പോസ്റ്റ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഓർത്ത് കിടന്നോട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ സ്റ്റോണിൻ്റെ സർജറി ചെയ്യണം, അപ്പോൾ അതിനുവേണ്ടി പോവാണ്. അപ്പോൾ 2-3 വർഷമായി തുടങ്ങിയിട്ട്. നമ്മൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യാതിരുന്നു. ഇപ്പം പിന്നെ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞത് എടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് അത്യാഹിത വിവാഹം നാണ്ടി കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ട്രിവാൻഡ്രത്ത് ചെന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്. ഞാനിത് അങ്ങനെ എനിക്കൊന്ന് 2ാമത്തെ പ്രാവശ്യമോ മറ്റോ ഇവിടെ വരുന്നത് കേട്ടോ. ഇതുപോലെ 2021 അച്ഛന് ഒരു സീറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. ഇവിടെ ഗ്രൗണ്ടിലൊക്കെ പിള്ളേർ ഇന്ന് ക്രിക്കറ്റൊക്കെ കളിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഹിന്ദു ലാബോ അങ്ങനെ എന്തോ അവിടെയൊക്കെ ഡോക്ടർ സീറ്റിക്ക് എഴുതി തന്നേക്കുന്നത്. അങ്ങനെ അച്ഛൻ പോയി ചെന്നും കൂടെ ഇന്നോടനെ അച്ഛൻ അകത്ത് തിരക്കുണ്ടെന്നൊക്കെ നോക്കിയിട്ടൊരു നല്ല തിരക്കാണെന്നല്ലോ. ഞങ്ങൾ രാവിലെ പോയി തിരക്കാവുന്നതിന് മുമ്പ് വരാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ചെന്നപ്പോഴേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്തായാലും നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, തിരക്കുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും. നമ്മളകത്ത് കയറി ചെന്ന് പിന്നെ സെക്യൂരിറ്റി വന്ന് പേരും വയസ്സും ഫോൺ നമ്പരും ഒക്കെ എഴുതിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അച്ഛനും സീറ്റ് റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ അച്ഛനൊക്കെ അകത്ത് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു അതൊരു സീറ്റിക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഞാനും ഇങ്ങനെ വെളിയിരിക്കുക, സ്റ്റക്കായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എപ്പോൾ തിരിച്ച് വരുമെന്ന് അറിയത്തില്ല. എന്നാലും എഴുതല്ലേ പറ്റൂ, നമ്മുടെ ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ പോയി. ഞാനും കുഞ്ഞും കൂടെ ചായ കുടിക്കാൻ പോയി. പിന്നെ ഒരു 10-10:30 ആയപ്പോൾ വീണ്ടും പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം ഇടിയപ്പവും മുട്ടക്കറിയും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അച്ചാച്ചനെ കാത്തിരുന്ന അച്ചാച്ച ഇപ്പോഴൊന്നും ഇറങ്ങത്തില്ല. നമുക്കിങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ പോയി. കുഞ്ഞിന് അതിന് മുമ്പ് ഞാൻ കുറുക്ക് കൊടുത്തായിരുന്നു. അവന് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിൽ തന്നെ കുറേ പാടുപെട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചാച്ച ഇരിക്കുന്ന അതിൻ്റെ അകത്ത് കൂടെ ചെറുതായിട്ട് കണ്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അച്ചാച്ചൻ കണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഉടനെ പുറമോട്ട് അങ്ങ് നീങ്ങിയിരുന്നു. വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം കൊണ്ട് കാണിച്ചിട്ട് വേണം ഡോക്ടർ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗം അത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ കിഡ്നിയും കൂടെ നമുക്ക് മൊത്തത്തിൽ എടുത്ത് കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ 12 മണിയായപ്പോൾ അച്ഛൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നേരത്തെ ചെയ്ത റിസൾട്ട് ഉണ്ടായിരുന്നു ബ്ലഡിൻ്റെ, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ അങ്ങ് പോയി.